Hi dears, welcome to our Hindi class. How are you? Our examination is over. Periodic test 1. Okay. Now we are start chapter number 5th. Or if you open page number 29, chapter 5. Baya se. Baya, weaver bird, sparrow. बया पंछी के परिश्रम भरे जीवन और बच्चों के मनोभावों को व्यक्त करती यह कविता बताती है कि बच्चों को पंछियों के पास रहने और उनकी देखरेख करने में सर्वाधिक आनंद मिलते हैं। इसके लिए वे कुछ भी करने को तैयार हो जाते हैं। ബയാ പഞ്ചിക്ക് പരിശ്രമം സെ ഭരെ ജീവൻ. ബയാ പഞ്ചിയുടെ പരിശ്രമം നിറഞ്ഞ ജീവിതം. വളരെ പരിശ്രമശാലിയാണ് ബയാ പഞ്ചി. പഞ്ചി മീൻസ് ബേർഡ്. വീവർ ബേർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരു പക്ഷിയാണ്. बच्चों के मनोभावों को व्यक्त जीवन और बच्चों के मनोभावों को व्यक्त करती है കവിത. അപ്പോൾ പക്ഷികളോടുള്ള കുട്ടികളുടെ മനോഭാവം, മനസ്സിലെ ഭാവങ്ങളൊക്കെ ഈ കവിതയിലൊരു കവിതയാണ്. ആ പോയത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. बच्चों को पंछियों के पास रहने और उनकी देखरेख करने में सर्वाधिक आनंद मिलता है ना. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ പക്ഷികളെ പരിപാലിക്കുക, അവരുടെ കൂടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുക ഒക്കെ വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികൾക്ക്. ഓരോ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. इसके लिए वे कुछ भी करने को तैयार हो जाते हैं. അപ്പോൾ പക്ഷികളെ പരിപാലിക്കാനും സംരക്ഷിക്കാനും അവരുടെ കൂടെ നിൽക്കാനൊക്കെ അവർ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ള അവസ്ഥയിലാണ് കുട്ടികൾ. അവർക്ക് വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യാനും എന്തിനും തയ്യാറായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. അപ്പോൾ ബയാസെ कवि का नाम महादेवी वर्मा. महादेवी वर्मा से लिखी हुई एक कविता है बयासे. क्या है? बयासे. बया मीन्स वीवर बर्ड, स्पैरो എന്നൊക്കെ പറയാം കേട്ടോ. बया पंछी के परिश्रम भरे जीवन और बच्चों के मनोभावों को व्यक्त करती एक कविता बताती है कि बच्चों को पंछियों के पास रहने और उनकी देखरेख करने में सर्वाधिक आनंद मिलता है. इसके लिए वे कुछ भी करने को तैयार हो जाते हैं. ओके, ये पाठ सिखाता है. दिस लेसन टीचर्स പരിശ്രമ का महत्व. പരിശ്രമത്തിൻ്റെ മഹത്വം, ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. പരിശ്രമം എപ്പോഴും പറയാറുണ്ട്, പരിശ്രമം മാത്രമേ വിജയത്തിൻ്റെ ലക്ഷ്യം. ഒരു വിജയം എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം പരിശ്രമമാണ്. പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ വിജയം ഉണ്ടാവുള്ളൂ. വെറുതെ ഇരുന്ന് ആർക്കും ഒന്നും നേടാൻ സാധിക്കില്ല. ബാൽ മൻ കി കോമൾ ഭാവനായ, കുഞ്ഞുങ്ങളുടെ മനസ്സിലെ കോമളമായ ഭാവനകൾ എന്തൊക്കെയാണെന്ന് ഈ കവിതയിൽ പറയുന്നുണ്ട്. ചെറിയ മനസ്സും വലിയ മനസ്സും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ മനസ്സിലെ ഭാവനകൾ, സോഫ്റ്റ് ഫീലിംഗ് ഓഫ് ചൈൽഡ് മൈൻഡ്. ദുഃഖമേ സാത്ത് ദേനേക്ക് ഭാവന. ദുഃഖത്തിൽ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്കുണ്ടാവും. അതും കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഉണ്ടാവണം. അതും ഇവിടെ പറയുന്നത്. എന്താണോ ദുഃഖം, സന്തോഷത്തിൽ കൂടെ നിൽക്കുന്നവരല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. സന്തോഷത്തിലും ദുഃഖത്തിലും ഒരേപോലെ കൂടെ നിൽക്കുന്നവരാണ് കൂട്ടുകാർ. പ്രാണിയോക്ക് ദുഃഖ പീഡാക്ക അഹ്സാസ്. മാത്രമല്ല പ്രാണികളുടെ, മനുഷ്യൻ്റെ മാത്രമല്ല മറ്റു പക്ഷികളുടെയാണ്, മൃഗങ്ങളുടെയാണ്, എല്ലാ സകല പ്രാണി ചരാചരങ്ങളുടെയും ദുഃഖങ്ങളും വേദനകളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവും നമുക്ക് ഉണ്ടാവണം. ജിമ്മേദാരിക്ക് ഭാവന, റെസ്പോൺസിബിലിറ്റി. എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. കാര്യയ്ക്ക് പ്രതി തത്പരത. ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻവോൾവ് ആകുക. എന്ത് കാര്യമാണോ ചെയ്യാനുള്ളത് അത് ആത്മാർത്ഥതയോടെ ചെയ്യുക, താല്പര്യത്തോടെ ചെയ്യുക. ഇത്രയൊക്കെയാണ് ഈ പാഠത്തിൻ്റെ സീഖ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മൂവ് ഓൺ ടു ദ പോയം. All of you listen well. First you can read with me. बया हमारी चिड़िया रानी
तिनके लाकर महल बनाती, ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, नदियों से भर लाती पानी, तुझको दूर न जाने देंगे, दानों से आंगन भर देंगे और हौज में भर देंगे हम मीठा मीठा ठंडा पानी. Once more. बया हमारी चिड़िया रानी, तिनके लाकर महल बनाती. All of you read with me. ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, नदियों से भर लाती पानी, तुझको दूर न जाने देंगे, दानों से आंगन भर देंगे और हौज में भर देंगे हम मीठा मीठा ठंडा पानी. ബയ ഹമാരി ചിടിയ റാണി. ബയ എൻ്റെ പ്രിയപ്പെട്ട ചിടിയ. ബയ എൻ്റെ പ്രിയപ്പെട്ട ചിടിയ. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. നീ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മഹൽ, മഹൽ എന്ന കൂട്, ഘോംസല, കൂടുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? തിൻകെ, തിൻകെ എന്ന് പറഞ്ഞാൽ ഗ്രാസ് അല്ലേ, സ്ട്രോസൊക്കെ കൊണ്ട് നീ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കൂടുണ്ടാക്കുന്നത്. ഊഞ്ചി ഡാലോ പർ ലടക്കാത്തി. അതെവിടെയാണ് നീ തൂക്കിയിടുന്നത്, ഹാങ് ചെയ്യുന്നത് എവിടെയാ? ഊഞ്ചി ഡാലോ, നല്ല ഉയർന്ന കൊമ്പിലായിരിക്കും നീ അത് തൂക്കിയിടുന്നത്. ഖേത്തോ സേ ഫിർ ദാന ലാത്തി. അപ്പോൾ വലിയൊരു ജോലി തന്നെയാണ് കൂടുണ്ടാക്കുക എന്ന് വെച്ചാൽ. നിങ്ങൾ കണ്ടില്ലേ കിളിക്കൂട് എത്ര ഭംഗിയായിരിക്കും. ചെറിയ ചെറിയ തിനുക്ക മീൻസ് ഗ്രാസ്, പുല്ലുകൾ, സ്ട്രോസൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് കിളികൾ കൂടുണ്ടാക്കുക. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് നീ കൂടുണ്ടാക്കുന്നത്. ഊഞ്ചി ഡാലോ പർ ലടക്കാത്തി. അതോ താഴെയൊന്നല്ല, നല്ല ഉയർന്ന കൊമ്പിൻ്റെ മുകളിലായിരിക്കും നീ അത് ലടക്കാത്തി എന്നാൽ ഹാങ്ങിങ്. ഖേത്തോ സേ ഫിർ ദാന ലാത്തി. അതോടെ തീരുന്നില്ല, കൂടുണ്ടാക്കണം. പിന്നെയോ ഫാംസെ, ഖേത്തോസെ, വയലിൽ നിന്നും, ദാന ലാത്തി, ഫുഡ്, അവർക്ക് വേണ്ട ധാന്യങ്ങൾ കൊണ്ടുവരണം. നദിയോം സേ ഭർ ലാത്തി പാനി. വെള്ളം കൊണ്ടുവരുന്നത് എവിടുന്ന? റിവേഴ്സ്, നദികളിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെ കഷ്ടപ്പാടാണ്, വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് ആരുടെ ജീവിതം എന്ന് പറയുന്നത്? ബയ പഞ്ചിക്കെ ജീവൻ. വൺസ് മോർ. ബയ ഹമാരി ചിടിയ റാണി. ബയ എൻ്റെ കൊച്ചു പക്ഷി. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. മഹൽ ഘോംസല, ഘോംസല മീൻസ് കൂട്, പക്ഷിക്കൂടിനാണ് പറയുക ഘോംസല. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. നീ ചെറിയ ഗ്രാസുകൾ, സ്ട്രോസുകളൊക്കെ വെച്ചിട്ട് എത്ര ഭംഗിയായിട്ടാണ് നീ ആ കൂടുണ്ടാക്കുന്നത്. ഊഞ്ചി ഡാലോ പർ ലടക്കാത്തി. എന്നിട്ടതോ ഉയർന്ന ശിഖരങ്ങളിൽ, കൊമ്പുകളിൽ നീ അത് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. ഖേത്തോ സേ ഫിർ ദാന ലാത്തി, നദിയോ സേ ഭർ ലാത്തി പാനി. പിന്നെ വെള്ളം കൊണ്ടുവരുന്ന എവിടുന്നാ? നദികളിൽ നിന്നാണ് നീ വെള്ളം കൊണ്ടുവരുന്നത്. तुझको दूर न जाने देंगे, दानों से आंगन भर देंगे और हौज में भर देंगे हम मीठा मीठा ठंडा पानी. തുജുക്കോ ദൂർ ന ജാനെ ദേങ്കെ. ഇനി മുതൽ നീ അങ്ങനെ കഷ്ടപ്പെടണ്ട. നീ ദൂരെ ഭക്ഷണം തിരഞ്ഞും കൂടുണ്ടാക്കാനുള്ള ഐറ്റംസ് തിരഞ്ഞൊന്നും നീ ദൂരെ പറന്ന് കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല. ഞാൻ എന്ത് തരാം? ദൂർ ന ജാനെ ദാനോ സേ ആംഗൻ ഭർ ദേങ്കെ. ധാന്യങ്ങൾ കൊണ്ട് ഞാൻ ഈ മുറ്റങ്ങളൊക്കെ നിറച്ച് തരാം. ആംഗൻ കോട്ടിയാട്, മുറ്റം. ധാന്യങ്ങൾ കൊണ്ട് ഞാൻ ഈ മുറ്റമൊക്കെ നിറയ്ക്കാം. ഔർ ഹൗജ് മേം ഭർ ദേങ്കെ ഹം. ടാങ്കിൽ, നല്ല ടാങ്കിൽ നിനക്ക് വേണ്ട മീഠാ മീഠാ ടെണ്ടാ പാനി, നല്ല മാധുര്യമുള്ള തണുത്ത വെള്ളവും ഞാൻ നിനക്ക് വേണ്ടി കരുതി വെക്കാം. അതുകൊണ്ട് നീ ദൂരെ പറന്ന് പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. തുജുക്കോ ദൂർ ന ജാനേ ദേങ്കെ. ഇനി മുതൽ നീ എന്ത് ചെയ്യണ്ട? ദൂരെ പറന്നു പോകേണ്ടതില്ല. ദാനോ സേ ആംഗൻ ഭർ ദേങ്കെ. ആംഗൻ, മുറ്റത്ത്, കൊട്ടിയാട്ടിൽ നല്ല ഇഷ്ടം പോലെ ധാന്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി നൽകാം. और हौज में भर देंगे हम मीठा मीठा ठंडा पानी. നല്ല ടാങ്കിൽ നല്ല മാധുര്യമുള്ള തണുത്ത വെള്ളവും ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കാം. അതുകൊണ്ട് നീ ഇനി ദൂരെയൊന്നും പോവേണ്ടതില്ല. ഓക്കെ, ഹാവ് യു ഗോട്ട്? യെസ്, വൺസ് മോർ. ബയാ ഹമാരി ചിടിയ റാണി,
तिनके लाकर महल बनाती, ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, നദിയോं से भर लाती पानी. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ വായിക്കുന്ന കേട്ട് എൻ്റെ കൂടെ വായിക്കണം. ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം. ഞാൻ ആദ്യം വായിക്കും, പിന്നീട് നിങ്ങൾ വായിക്കും. നല്ല വൃത്തിയായിട്ട് എങ്ങനെയാണ് മിസ്സ് ഓരോ വേർഡും പറയുന്നത് നോക്കി ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. ഓക്കെ. ബയാ ഹമാരി ചിടിയാ റാണി तिनके लाकर महल बनाती, ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, नदियों से भर लाती पानी, तुझको दूर न जाने देंगे, दानों से आंगन भर देंगे, और हौज में भर देंगे हम मीठा मीठा ठंडा पानी. റീഡ് വിത്ത് മീ. ഇനി എൻ്റെ കൂടെ വായിക്കാം. ബയാ ഹമാരി ചിടിയാ റാണി തിൻകെ ലാക്കർ महल बनाती, ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, नदियों से भर लाती पानी, तुझको दूर न जाने देंगे, दानों से आंगन भर देंगे, और हौज में भर देंगे हम मीठा मीठा ठंडा पानी. ओके, नेक्स्ट. फिर अंडे सेएगी तू जब, निकलेंगे नन्हे बच्चे तब, हम आकर बारी बारी से कर लेंगे उनकी निगरानी. फिर जब उनके पर निकलेंगे उड़ जाएंगे बया बनेंगे, हम तब तेरे पास रहेंगे, तू रोना मत चिड़िया रानी, बया हमारी चिड़िया റാണി. ഫിർ അണ്ടേ സേയേഗി തൂ. അത് മാത്രമല്ല, നിനക്ക് ഭക്ഷണം കൊണ്ടുവരണം, വെള്ളം കൊണ്ടുവരണം, കൂടുണ്ടാക്കണം, ഇത് മാത്രമാണോ പണി? അല്ല. ഫിർ അണ്ടേ സേയേഗി തൂ ജബ് നിക്കലേങ്കെ നന്നെ ബച്ചേ തബ്. എപ്പോഴാണോ പക്ഷിക്കുഞ്ഞുങ്ങൾ നിനക്കുണ്ടാകുന്നത് അതുവരെ നിനക്ക് ആ മുട്ടയിൽ അടയിരിക്കണം. സേയേഗി തൂ ജബ് നിക്കലെങ്കിൽ എപ്പോഴാണോ മുട്ടയിൽ നിന്നും ആ എഗ്ഗിൽ നിന്നും പക്ഷിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് അതുവരെ നിനക്ക് എന്ത് ചെയ്യണം? മുട്ടയിൽ അടയിരിക്കണം. ഹം ആക്കർ ബാരി ബാരി സേ കർ ലേങ്കെ ഉൻകി നിഗരാനി. ഞാൻ നോക്കിക്കോളാം നിന്നെ. ഓരോ തവണയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നീ അത് മുട്ട വിരിയുന്നതും കാത്ത് എത്രത്തോളം ശ്രദ്ധയോടു കൂടിയാണ് നീ ആ മുട്ടയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിർ അണ്ടേ സേയേഗി തു ജബ് നിക്കലേങ്കെ നന്നെ ബച്ചേ തബ്, हम आकर बारी बारी से कर लेंगे उनकी निगरानी. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നീ എന്ത് ചെയ്യുന്നത്? ആ മുട്ട അടയിരുന്ന് ഭക്ഷണം പോലും കഴിക്കാതെ അതിന് ചൂട് വേണം അല്ലേ? ആ ചൂട് കൊടുത്ത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി പിന്നെ ഐറ്റങ്ങളെ എന്ത് ചെയ്യണം? ഭക്ഷണമൊക്കെ കൊടുക്കണം. ഇങ്ങനെ ഫിർ ജബ് ഉൻകെ പർ നിക്കലേങ്കെ, അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. എപ്പോഴാണോ അവർക്ക് ചിറക് മുളച്ച് അവരിങ്ങനെ പറന്നു പോകാൻ തുടങ്ങുന്നത്, ഉഡ്ജായെങ്കി ബയാ ബനെങ്കി, അവരെന്ത് ചെയ്യും? നിന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പറന്നു പോകും. ഹം തബ് തേരെ പാസ് രഹേങ്കി, ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പം ഉണ്ടാകും. തു രോനാ മത് ചിടിയാ റാണി, അപ്പോഴും നീ കരയരുത്. നിൻ്റെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്കറിയാം. നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ അണ്ടേ സേയേഗി, മുട്ട അടയിരുന്ന് വിരിയിച്ച് അവർക്ക് പങ്കിനിക്കലെങ്കിൽ ചിറക് മുളയ്ക്കുമ്പോൾ അവരെന്ത് ചെയ്യും? പറന്നുപോകും. അപ്പോൾ നീ ഒരിക്കലും സങ്കടപ്പെടരുത്. ഞാനുണ്ടാവും, ഞങ്ങളുണ്ടാവും നിൻ്റെ കൂടെ. ബയാ ഹമാരി ചിടിയ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിടിയാ റാണി. ഓക്കെ, വൺസ് മോർ. रीड विथ मी. फिर अंडे सेएगी तू
जब निकलेंगे नन्हे बच्चे तब हम आकर बारी बारी से कर लेंगे उनकी निगरानी। फिर जब उनके पर निकलेंगे उठ जाएंगे बया बनेंगे। हम तब तेरे पास रहेंगे तू रोना मत चिड़िया റാണി ബയാ ഹമാരി ചിടിയ റാണി. ഞാൻ വായിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ കൂടെ ചെയ്തേ പറ്റൂ. അപ്പോഴേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഞാൻ വായിച്ചു തരാം, കൂടെ വായിക്കട്ടോ. फिर अंडे सेएगी तू जब निकलेंगे नन्हे बच्चे तब हम आकर बारी बारी से ഞങ്ങൾ വന്നിട്ട് തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കർ ലേംഗെ ഉൻകി നിഗരാനി. फिर अंडे सेएगी तू जब निकलेंगे नन्हे बच्चे तब हम आकर बारी बारी से कर लेंगे उनकी निगरानी. फिर जब उनके पर निकलेंगे उठ जाएंगे बया बनेंगे. हम तब तेरे पास रहेंगे तू रोना मत चिड़िया റാണി बया हमारी चिड़िया റാണി. फिर अंडे सेएगी तू जब निकलेंगे नन्हे बच्चे तब हम आकर बारी बारी से कर लेंगे उनकी निगरानी. फिर जब उनके पर निकलेंगे उठ जाएंगे बया बनेंगे. हम तब तेरे पास रहेंगे तू रोना मत चिड़िया റാണി बया हमारी चिड़िया റാണി. അപ്പോൾ വൺസ് മോർ ആദ്യം മുതൽ ഒന്നുകൂടെ എൻ്റെ കൂടെ വൃത്തിയായിട്ട് വായിക്കാം കേട്ടോ. बया हमारी चिड़िया റാണി तिनके लाकर महल बनाती ऊंची डालों पर लटकाती खेतों से फिर दाना लाती नदियों से भर लाती पानी तुझको दूर न जाने देंगे दानों से आंगन भर देंगे और हौज में भर देंगे हम मीठा मीठा ठंडा पानी. फिर अंडे सेएगी तू जब निकलेंगे नन्हे बच्चे तब हम आकर बारी बारी से कर लेंगे उनकी निगरानी. फिर जब उनके पर निकलेंगे उठ जाएंगे बया बनेंगे. हम तब तेरे पास रहेंगे तू रोना मत चिड़िया റാണി बया हमारी चिड़िया റാണി. कवि का नाम महादेवी वर्मा. महादेवी वर्मा के लिखी हुई ए पोयम बया से. ओके, नेक्स्ट शब्दार्थ. बया एक चिड़िया वीवर बर्ड. तिनके स्ट्रॉस घास के टुकड़े स्ट्रॉस. आंगन घर के भीतर का खुला स्थान കോർട്ട്യാർഡ് മുറ്റം എന്ന് പറയും നമ്മൾ. ഡാലോം टहनियाँ ब्रांचेस. हौज पानी भरने का कुंड टैंक. सेएगी हाच गर्मी देने के लिए പക്ഷിयों का अंडों पर बैठना. ചൂട് കൊടുക്കാൻ വേണ്ടി പക്ഷികൾ മുട്ടയ്ക്ക് മേലെ ഇരിക്കുന്നതിനാണ് പറയുക ഹാച്ച് സേയേഗി എന്ന് പറയാം. അടയിരിക്കുക എന്ന് പറയും. നിഗരാനി സർവൈലൻസ്. ദേഖ്ഭാൽ സംരക്ഷണം. പർ പങ്ക് ചിറക് വിങ്. അപ്പോൾ ഇത്രയും ഇപ്പം തന്നെ. നൗ യു ക്യാൻ റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. ഫസ്റ്റ് നിങ്ങൾ ചാപ്റ്ററിൻ്റെ പേര് വലിയ അക്ഷരത്തിൽ ചാപ്റ്ററിൻ്റെ പേരും നമ്പറും ചാപ്റ്റർ 5 ബയാസ് എന്ന് എഴുതിയിട്ട് താഴെ വേർഡ് മീനിങ്സ് എഴുതുക. വേർഡ് എഴുതിയിട്ട് അതിൻ്റെ
ഇംഗ്ലീഷ് മീനിങ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇൻ ദ okay, today that's enough. Next class. Okay, thank you. See you next class.